ഹായ്, ഞാൻ ജോബ്സി ബാബു ജെവി ക്രിയേഷൻ കേസിയുടെ പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ചിങ്ങമാസത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ എല്ലാ കർഷകരെയും ഒന്നിപ്പിക്കാനായിട്ട് ഒരു ഏകജാല സംവിധാനം എന്ന രീതിയിൽ കതിർ ആപ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി കേരളത്തിലെ സംസ്ഥാനത്തുള്ള എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും ഇപ്പോൾ അവരുടെ ID കാർഡ് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരും കതിർ ആപ്പ് അല്ലെങ്കിൽ കതിറിന്റെ വെബ്സൈറ്റിൽ ചെന്ന് ലോഗിൻ ചെയ്ത് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാത്ത കർഷകർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അത് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. മേളിൽ കാണുന്ന കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ചെയ്യാത്തവർക്ക് ആ വീഡിയോ നോക്കി എന്തായാലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഇനി കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്ത് കർഷകരുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് നിങ്ങളുടെ കൈവശം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യാനും ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനും ശ്രമിക്കാം. പിന്നെ വേറൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളത്, ഇത് നമ്മുടെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അഗ്രി സ്റ്റോക്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കർഷക ID ലഭിക്കാനാണ്. അപ്പൊ രണ്ടും എല്ലാ കർഷകരും ചെയ്തിരിക്കണം. PM കിസാന്റെ എമൗണ്ട് കിട്ടുന്നവർ മാത്രമല്ല, അല്ലാതെ എല്ലാ കർഷകരും ഇത് ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന്റെ സ്റ്റാറ്റസുകളുള്ള വീഡിയോയും പുറകെ വരുന്നതാണ്. അതും നമുക്ക് എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് kadir.kerala.government.in എന്ന വെബ്സൈറ്റിലേക്ക് കയറുക. കതിറിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് അത് മുഖേന ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ മേളിൽ ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫാർമർ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ ഈ ഫാർമറിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കതിർ ID ഓർമ്മയുള്ളവർക്ക് കതിർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അല്ലാതെ കതിർ ID OTP കൊടുത്ത് ചെയ്യുന്നവർക്ക് ആ രീതിയിലും ചെയ്യാം. ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് കതിർ ID മറന്നുപോയെങ്കിൽ ഇവിടെ ഗെറ്റ് യൂസർ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കതിറിന്റെ ID ഇവിടെ കാണുന്നതാണ്, മൊബൈലിലേക്ക് വരുന്നതാണ്. ഇനി അതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കതിർ ID കൊടുത്ത് OTP കൊടുത്താൽ പാസ്വേഡ് വരും. അതുപോലെ ഇനി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾക്ക് ഇവിടെ രജിസ്റ്റർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്ട്രേഷനും പൂർത്തിയാക്കി ബാക്കി ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെയാ രജിസ്ട്രേഷന് എങ്ങനെയാ ക്രോപ്പ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കതിറിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മേളിൽ I ബട്ടണിൽ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഉള്ളിലേക്ക് ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ ഇവിടെ കതിറിന്റെ ഒരു സർവേ നടക്കുന്നുണ്ട്. ഡിയർ ഫാർമർ, പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സർവേ ടു ഇംപ്രൂവ് കതിർസ് എക്സ്പീരിയൻസ്. നമുക്ക് കതിറിനെ കുറിച്ച് എന്തെങ്കിലും ഇവരുടെ സർവീസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ഈ സർവേയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ടേക്ക് സർവേ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ടാബിലേക്ക് ഒരു ഫോമിലേക്കാണ് പോകുന്നത്. ഇവിടെ കതിർ ആപ്പിന്റെ കർഷക സർവേ ആണ്. ഇവിടെ നിങ്ങളുടെ പേര്, കൃഷിഭവന ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് വരും. ഇത് താല്പര്യമുള്ളവർക്ക് ഇത് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് ഇതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് അവിടെ ക്ലോസ് ചെയ്ത് വിടാം. ഞാനിപ്പോൾ ക്ലോസ് ചെയ്തു. സർവേയിൽ ഞാനിപ്പോൾ തൽക്കാലം സർവേയിൽ പങ്കെടുക്കുന്നില്ല, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മുടെ ഫാർമർ പോർട്ടലിൽ ഇവിടെ ഡൗൺലോഡ് ID കാർഡാണ്. ഈ ഡൗൺലോഡ് ID കാർഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇനി ക്രോപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് യുവർ കറണ്ട് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് ഇപ്പൊ പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നെങ്കിൽ കമന്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ മറ്റേ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ID കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ID കാർഡിന്റെ കാലാവധി ഇതിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട്. 2030 വരെയാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ID കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത്
പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും സബ്സിഡി കാര്യങ്ങളോ വളം കാര്യങ്ങളോ ഒക്കെ എന്ത് കാർഷിക ആവശ്യങ്ങൾക്കും ഈ ഒരു ID കാർഡ്, സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ID കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ID കാർഡ് ഉണ്ട്, അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ID കാർഡും കർഷകർ ഈ 2 കാർഡുകളും നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതുണ്ട്. ഇനി ഇൻ കേസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കാണുന്നില്ല എങ്കിൽ ആളുകൾക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചിലർക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, യുവർ ഫാർമർ ID കാർഡ് ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് ബൈ AO. റിമാർക്കായിട്ട് കാണിക്കുന്നത് പ്ലീസ് എൻ്റർ പ്ലോട്ട് ആൻഡ് ക്രോപ്പ് ഡീറ്റെയിൽസ് ആണ്. പ്ലോട്ടിന്റെ ആ ക്രോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ആഡ് ചെയ്തില്ല, ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് റിജക്ഷന്റെ കാരണം എന്ന് നോക്കിയിട്ട് അതെന്തായാലും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നിങ്ങളുടെ ID കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കണം. ഇതിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് കൃഷിഭവൻ എന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പം എന്താണ് റീസൺ നോക്കിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളവരെല്ലാം കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് അവയുടെ ട്യൂട്ടോറിയലിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം മറ്റു കർഷകരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു അറിയിപ്പുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്